CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരവോടെ വിട നൽകി രാജ്യം. നിഗംബോധ്ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. പാലയൂരിൽ ക്രിസ്തുമസ് ആഘോഷം തടഞ്ഞ ചാവക്കാട് സേയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകി പോലീസ് റിപ്പോർട്ട്. പാലയൂർ സെന്റ് തോമസ് പള്ളിയിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായുള്ള കരോൾ ഗാനാലാപനം തടഞ്ഞ ചാവക്കാട് സേ വിജിത്തിന്റെ നടപടി നിയമപരമായി ശരിയാണെന്ന് പോലീസ് റിപ്പോർട്ട് നൽകി. പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിനു തയ്യാറാക്കിയ പുൽക്കോട് നശിപ്പിച്ച സംഭവം അപലപനീയമെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. SYS കേരള യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് 12 ദിവസങ്ങളിലായി നടത്തുന്ന ദ്വാദശദിന മഹാധന്വന്തരി യജ്ഞത്തിന് തുടക്കമായി. പൊന്നയൂരിൽ ആധുനിക രീതിയിൽ സജ്ജമാക്കുന്ന പഞ്ചായത്ത് ആലാപാലം വാതക ശ്മശാനത്തിന്റെ നിർമ്മാണോദ്ഘാടനം ജനുവരി 2-ന് NK അക്ബർ MLA നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊന്നയൂർ പഞ്ചായത്തിലെ വാതക ശ്മശാന നിർമ്മാണോദ്ഘാടനം രാഷ്ട്രീയ മുതലെടുപ്പാണെന്നാരോപിച്ച് വെള്ളിയാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി. കേരള പഞ്ചായത്ത് അസോസിയേഷൻ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വയോജന സൗഹൃദ പഞ്ചായത്തിന്റെ തൃശൂർ ജില്ലാതല പരിശീലനം എരുമപ്പെട്ടി പഞ്ചായത്ത് ഹാളിൽ നടന്നു. കുടുംബതർക്കത്തെ തുടർന്ന് യുവതിയെയും ഭർത്താവിനെയും കാറിൽ പിന്തുടർന്നാക്രമിച്ച സംഭവത്തിൽ 4 പേരെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. കടങ്ങോട് വെച്ചും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രി പരിസരത്തും വെച്ചാണ് ഇവർക്കുനേരെ ആക്രമണം ഉണ്ടായത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് പാറന്നൂരിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുവരുന്ന ഗ്രാമോത്സവത്തിന് ഞായറാഴ്ച സമാപനമാകും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊന്നിയൂർക്കുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭദ്രം കുടുംബസുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് കൈമാറി. ബാലസംഘം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാട്ടകമ്പാൽ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർണിവൽ നടത്തി. മന്നലാങ്കുന്ന് EMS ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സ്ഥാപക നേതാക്കളായ AK സുബൈർ, VK മുഹമ്മദ് ഉണ്ണി അനുസ്മരണം നടത്തി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സംഘടിപ്പിച്ച സപ്തദിന സഹവാസ ക്യാമ്പ് യുവ 2024 സമാപിച്ചു. ആളൂർ യുവജന സമാജം വായനശാല പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ചിത്രരചനാ ക്യാമ്പ് നടത്തി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ 10-ാം ഉദയം നിർമ്മാല മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ മാതൃവേദിയുടെ നേതൃത്വത്തിൽ കുഞ്ഞുപൈതങ്ങളുടെ ദിനാചരണം നടന്നു. DYFI വേലൂർ BKN യൂണിറ്റിന്റെ നേതൃത്വത്തിൽ CA പരീക്ഷ വിജയിച്ച സംഘടനാ പ്രസിഡന്റ് കൂടിയായ അനന്യ ശർമ്മയെ അനുമോദിച്ചു. എളവള്ളി ശ്രീനാരായണ ഗുരുദേവ മന്ദിരം ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി എളവള്ളിക്കാവ് വാദ്യകലാ ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ കാട്ടകമ്പാൽ പഞ്ചായത്തിലെ രാമപുരം 2-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അനുശോചിച്ചു. പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തിപ്പിലിശ്ശേരി കസ്തൂർബ കോളനിയിൽ തുടക്കമായി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.